ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലുള്ള ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിലെ ഡയറി ഡെവലപ്മെൻറ്റും അനുബന്ധ കാര്യങ്ങളുമാണ്. ഈ ആഴ്ചയിൽ അവിടെ തന്നെയുള്ള വിവിധ ഇനം പക്ഷിമൃഗാദികളുടെ ദൃശ്യങ്ങളാണ്. ഏവർക്കും സ്വാഗതം. ഇത് യമൂന്റെ സ്ഥലമല്ലേ മാത്രം? ഇത് യമൂന്റെ ഈ കാണുന്ന നെറ്റ് കോമ്പൗണ്ട് അവരുടെയാണ്. 21 എമു ഉണ്ട്. ഞാനൊരു 5 മേടിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യത്തെ വർഷങ്ങളൊന്നും കുഴപ്പമില്ല. പിന്നെ ഇടയിൽ യമൂന് ചെറിയൊരു ഡിമാൻഡ് കുറവ് വന്നു. ആൾക്കാരൊക്കെ നിർത്തി. പക്ഷെ ഞാൻ നിർത്തിയില്ല. ഞാനത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അടുത്ത മാസം തൊട്ട് ഇത് മുട്ടയിടാൻ തുടങ്ങും. പക്ഷെ ഇതിന് നമ്മൾ വേറെ തീറ്റ കൊടുക്കുക. ഈ നെല്ല്, കോഴിത്തീറ്റ, അരി എന്ത് വേണേലും അവർ കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുല്ലും വളരെയധികം ഇഷ്ടമാണ്. കാബേജ് അരിഞ്ഞിട്ട് കൊടുത്താൽ അത് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അരിഞ്ഞ് കൂട്ടിലിട്ട് വെളിയിലോട്ട് വിടത്തില്ല. ഇല്ല, അഴിച്ചു വിട്ടാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ വൈൽഡ് ആനിമലാണ്. ഇവിടെ നമ്മളുടെ അവിടെ ഇല്ലാത്തതിന്റെ പേരിൽ നമുക്കിവിടെ വളർത്താം. ഇന്ത്യൻ സ്റ്റേഡിയങ്ങളിൽ ഇവരില്ല. ഒന്നുമില്ല. ഇവർക്ക് ഇതുവരെ ഏറ്റവും കൂടുതൽ ഒരു രോഗം കാണാത്തൊരു സാധനം ഇല്ല. നമ്മളോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ജീവിയാണ്. ഇവർ പിന്നെ എന്ത് കണ്ടാലും മിന്നുന്ന എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാലും ഇവർ കൊത്തും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മുട്ട നമുക്ക് 5 ദിവസം കൂടുമ്പോൾ മുട്ട കിട്ടുന്നുണ്ട്. 5 ദിവസം കൂടുമ്പോൾ ഇടുള്ളൂ. ഇത് വിരിയിക്കണമെങ്കിൽ 54 ദിവസം വേണം. ഇത് ഇൻക്യുബേറ്ററിൽ വെച്ച് വേണം വിരിയിക്കും. ഇവരെ അടയിരിക്കും. അതിനുള്ള സൗകര്യങ്ങളും നാച്ചുറാലിറ്റി ആക്കി കൊടുത്താൽ മാത്രമേ വിരിയിക്കുള്ളൂ. അപ്പോൾ ഒരാണ്ടിൽ എത്ര മുട്ടയൊക്കെ കിട്ടും? 20 തൊട്ട് 30 വരെ നമുക്ക് കിട്ടും. അത്രയും കിട്ടും. ഒരു മുട്ട ഒരു 800 ഗ്രാം 900 1 കിലോ വരെ വെയിറ്റ് വരും. പച്ച കളറായിരിക്കും ഒറ്റ മുട്ട. പിന്നെ ഇതിൻ്റെ ഷെല്ലൊക്കെ നമുക്കൊരു മുട്ട ഉള്ളിലത്തെ എടുത്തു കഴിഞ്ഞാൽ ഷെല്ലൊക്കെ നമുക്കൊരു അലങ്കാര വസ്തുക്കളായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓയിൽ ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാധനം. സ്കിന്നിനും ഏറ്റവും നല്ല. ഇപ്പം മുട്ടു പെയിൻ അല്ലെങ്കിൽ സ്കിന്നിന് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഏറ്റവും നല്ല മെഡിസിനുമായിട്ടാണ്, ഇതിന്റെ മെഡിസിൻ ആയിട്ടാണ് നമുക്കിത് കണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മീറ്റും കൊളസ്ട്രോൾ ഇല്ലാത്തൊരു മീറ്റാണ്. ഒരു കൊളസ്ട്രോൾക്കാർക്കും കഴിക്കാവുന്ന ഒരു മീറ്റ് ഇപ്പം മീറ്റാണ്. ഇപ്പൊ നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ എല്ലാവർക്കും 2, 3, 4 ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് പെട്ടെന്ന് ഇതിനെ വളർത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചിലവുണ്ട്. ഒരു ദിവസം യമൂനെ വളർത്തണമെങ്കിൽ 30 രൂപ ചിലവുണ്ട്. 2 കൊല്ലം കഴിഞ്ഞാലേ ഇത് മുട്ടയിടുള്ളൂ. ഈ വരുമാനം കിട്ടണമെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. തീറ്റ കൊടുക്കും. ഒരു ദിവസം 1 കിലോ തീറ്റയും ഒരു 3 ലിറ്റർ വെള്ളം ഒരു എന്ത് തൂക്കം വരും? ഒരു മീറ്റ് ഇപ്പം മൊത്തത്തിൽ തൂക്കുകയാണെങ്കിൽ 70 കിലോ വരെയും വരും. നമുക്ക് ഇറച്ചി സെപ്പറേറ്റ് ഇപ്പം നിൽക്കുന്ന യമൂന് കിട്ടുകയാണെങ്കിൽ 40 കിലോ ഇറച്ചി കിട്ടും. അതിലൊരു 30 കിലോ വേസ്റ്റ് കിട്ടും. പിന്നെ ഇവർ ഏത് ക്ലൈമറ്റിലും ഇവർ വളരും. കുറച്ചുകൂടി ഈ തണുപ്പ് ഏരിയയാണ് ഇവർക്ക് ഏറ്റവും വേണ്ട. ഇവിടെ ചെറുതായിട്ട് ഷെഡ് വെച്ചു. മഴയത്ത് പുറത്തിറങ്ങി മഴ നനയിച്ച്. വേനൽക്കാലമായ നമ്മൾ പൈപ്പ് നനച്ചു കൊടുക്കണം. ഇത് ടർക്കി അല്ലേ? ഇത് ടർക്കിയാണ് സാർ. ഇത് ഇങ്ങനെ പറന്ന് വെളി പോകുന്നില്ല. അവർ ഈ പരിസരത്ത് തന്നെ നിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുള്ളൂ. അധികം അവർ ദൂരേക്കൊന്നും പോകില്ല. ഇനി ഇവർക്കുള്ളത് മുട്ടയിടുന്നത് പുറത്തായിരിക്കും എന്നുള്ളൊരു ശീലം മാത്രമേ ഉള്ളൂ ടർക്കിക്കുള്ളത്. പുറത്ത് ഇവിടെ എവിടെയും അവരങ്ങനെയാണ് മുട്ടയിടുക. അപ്പം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം അവരെ നമ്മൾ നോക്കും. എവിടെയും മുട്ടയിടുന്ന വെച്ചാൽ നമ്മളെ മുട്ടകൾ കളക്ട് ചെയ്തെടുക്കും. ഗിനിക്കും ടർക്കിക്കും ഇതുപോലെ തന്നെ ഒരു പുറത്തുള്ള കൂട്ടിൽ മുട്ടയിടാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പുറത്തായിരിക്കും ഒരു മുട്ട അടയിരിക്കും. ടർക്കി അടയിരിക്കും. കുഞ്ഞു വിരിക്കും. പിന്നെ ഇത് മീറ്റിന് എടുക്കും. നല്ല മീറ്റാണ്. അതെ. പിന്നെ ഇവർ കാണാൻ നല്ല ഭംഗിയാണ്. ഇവരിപ്പോഴും മയിൽ പോലെ ഇങ്ങനെ വിരിച്ചിങ്ങനെ നിൽക്കും.
ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കി അപ്പൊ തന്നെ ഓപ്പോസിറ്റ് അവരൊരു സൗണ്ട് ഉണ്ടാക്കും. ഇവിടെ ഒക്കെ ഇങ്ങനെ പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ഇവർക്ക് ഒരു 2 മാസം 3 മാസമൊക്കെയാണ് ആദ്യം നമുക്കൊരു തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഫുഡ് വളരെ കുറവ് മതി. അത് ശരി, ടർക്കിക്ക് വളരെ കുറവ് ഫുഡ് മതി. ഇതിന്റെ ഈ വലിപ്പം അനുസരിച്ചുള്ള തീറ്റ ആവശ്യമില്ല അല്ലേ? വേണ്ട. മാക്സിമം ഒരു ടർക്കി 10 കിലോ വരെയും തൂക്കം വരും. എന്തൊക്കെയാണ് തീറ്റ കൊടുക്കുന്നത്? നമ്മൾ ചോറ്, അരി അങ്ങനെയൊക്കെ പുല്ല് നന്നായി കഴിക്കുന്നതാണ്. ടർക്കി നന്നായി പുല്ല് കഴിക്കും. പ്രാണികളെയും എല്ലാം അവർ പിടിച്ച് കഴിക്കുന്നുണ്ട്. ഈ ഇതിന്റെയൊക്കെ കൂടിന്റെ അടുത്ത് വന്യമൃഗങ്ങൾ വന്ന് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ അവര് നമ്മുടെ ഫാമിനോടൊന്നും ഉപദ്രവമുള്ള ഒറ്റ മൃഗങ്ങൾ ഇവിടെ ഇല്ല. ഒന്നുമില്ല. ഇതുവരെ നമ്മുടെ ഫാമിൽ ഒരു സാധനങ്ങൾ പോലും കയറിയിട്ട് ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മള് മൃഗങ്ങളെ ഇവിടെ എപ്പോഴും ആളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഫാമിൽ എപ്പോഴും ആൾക്കാരും കാര്യങ്ങളുള്ളതിന്റെ പേരിൽ അവരിങ്ങോട്ട് വരാറുണ്ട്. പിന്നെ എല്ലാവരും വൈകുന്നേരം കൂട്ടി കയറ്റും. നമ്മൾ ആരെയും പുറത്തൊന്നും അയച്ചു വിടുന്ന രീതികളിൽ എല്ലാം വൈകുന്നേരം 5 മണി 6 മണി ആകുമ്പോൾ അവരവരുടെ കൂട്ടിൽ അവരവരെ തന്നാണ് ചേർക്കും. ഈ പൂമരം വെച്ചേക്കണ ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നത് ഭംഗിയുണ്ട് സാർ. പിന്നെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പൂവിൻ്റെ ഉള്ളിൽ മുട്ട കൊതുക് ഇട്ട് കഴിഞ്ഞാൽ അത് വൈകുന്നേരം ആകുമ്പോഴത്തേൻ്റെ വായ അങ്ങ് അടഞ്ഞു പോകും. പിന്നെ കൊതുകിനെ പൂ മറഞ്ഞു പോകും. അതിൻ്റെ പേര് പിന്നെ കൊതുകിനെ കൂടി ചെല്ലാൻ പറ്റില്ല. മുട്ട മുഴുവൻ വേസ്റ്റ് ആയിട്ട്. അങ്ങനെയാണ് ഒരു 25 ഏക്കർ സ്ഥലം വരുന്നിടത്ത് ഇങ്ങനത്തെ ഒരു മരം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള കൊതുക് നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള സായിപ്പന്മാർ കണ്ടുപിടിച്ച് അവർ ചെയ്തിട്ടുള്ള കാര്യം. ഈ വെളുത്ത നിറത്തിലുള്ള പോളിഷ് ക്യാപ്പിന്റെ വൈറ്റും ബ്ലാക്കും. പോളിഷ് ക്യാപ്പിന്റെ വൈറ്റും ബ്ലാക്കും. അത് ശരി. പോളിഷ് ക്യാപ്പ്. ഇത് പ്രാവില് ഫാൻഡെയിൽ എന്ന് പറഞ്ഞതിന്റെ വൈറ്റ്. എന്നുവെച്ചാൽ നമ്മള് മയിൽപ്രാവ് എന്നാണ് ഇതിന് പറയാം. ഇന്ത്യൻ ഫാൻഡെയിലാണ്. അല്ല, ഇത് ഇമ്പോർട്ട അമേരിക്കൻ ഫാൻഡെയിലാണ്. അത് ശരി. ഇത് റംബട്ടർ എന്ന് പറയുന്ന ഒരു ഐറ്റാണ്. ഇപ്പം തലയിൽ ചെറിയൊരു ചൂട്ടൻ മാതിരി ഒരു പേരത്തിൽ കാലയിൽ ബൂട്ടുണ്ടാവും. കഴുത്തിന്റെ അവിടുത്തെ തൂല് റംബട്ടർ. ഇത് പിന്നെ ഫാൻഡെയിലുള്ള ഐറ്റംസ് എല്ലാം ഇമ്പോർട്ട് മേടിച്ചിട്ട് ഇവിടെ ഗസ്റ്റുകളെല്ലാം കുട്ടികളൊക്കെ സെയിലായി. ഇനിയിപ്പോൾ ഇത് ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഒരു മുട്ട ഇത് ഫാൻഡെയിൽ തന്നെ. അതിൻ്റെ ബ്ലാക്ക് ആണ്. ഇത് അതിൻ്റെ ഗ്രേ ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളാണ് അതെല്ലാം. ഇതും ഫാൻഡെയിലിൻ്റെ കളർ ചേഞ്ചുകളാണ്. ഇത് മുട്ടയിട്ട് അടയിരിക്കുകയാണ്. അവരുടെ മുട്ടയിട്ടിട്ട് അടയിരിക്കുന്നതാണ്. താഴ്പെട്ടി. ഈ വലിയ പ്രാവ് ഇത് അമേരിക്കൻ കിങ്. കോഴിപ്രാവ് പോലെ ഇരിക്കുന്നത്. 1 കിലോ വരെയും ഒരു പ്രാവ് വെയിറ്റ് വരും. 1 കിലോ വരെയും അത് മുട്ടയിട്ട് ഇരിക്കുകയാണ്. ഇത് എന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് 15,000 രൂപ ഒരു പെയറിന് വില വരുന്നു. അതും അത് തന്നെ. ഞങ്ങളോട് ചേഞ്ച് ചെയ്ത് മാറ്റി പെയറിനെ തിരിച്ചിട്ടിരിക്കുന്നു. ഇത് അമേരിക്കൻ സിൽക്കി. ഇതിപ്പോ അമേരിക്കൻ ഗോൾഡൻ സിൽക്കിയാണ്. ഇത് ഒരു റോസ് പാൻറ് മണി. അങ്ങനെ പെയറില്ലാത്തതുകൊണ്ട് അതിനെ ചേഞ്ച് ചെയ്തിട്ടൊന്നും മാത്രമേ ഉള്ളൂ. ഇത് പോളിഷ് ക്യാപ്പിന്റെ ഒരു കോഴിയാണ്. അത് നമ്മൾ ചെറിയ കൊത്തുകൂടിയപ്പോൾ ഞാൻ അതിനെ സിമ്പിളായിട്ട് മാറ്റി ഇട്ടു മാത്രമേ ഉള്ളൂ.
ഇത് ബ്രോയിലർ മൊയിലാണ്. ബ്രോയിലർ മുയില. നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയിട്ട് എന്ത് നിലയിൽ കൊടുക്കുന്നത്? മുരിക്കിൻ്റെ ഇല. മുരിക്കിൻ്റെ. ഇവർക്ക് ഏറ്റവും ഇഷ്ടം മുരിക്കിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇലയൊക്കെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇത് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയും ഈ ഇലകൾ തന്നെയാണ്. ഇത് മുട്ടയ്ക്ക് വേണ്ടി നിർത്തിയാണ് കാടയാണ്. ഒരു 25 ദിവസം പ്രായമായിട്ടുള്ളൂ. ഒരു 15 ദിവസം കഴിഞ്ഞാൽ 25 ദിവസം ആയിട്ടുള്ളൂ. 15 ദിവസം 20 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മുട്ടയിട്ട് നമുക്ക് റിസോർട്ടിലേക്ക് മുട്ടയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു കാഴ്ചയ്ക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് കൊത്തുകോഴി. കൊത്തുകോഴി എന്ന് പറയും. കൊത്തുകോഴിയുടെ പെൺകോഴിയാണിത്. അത് പോളിഷ് ക്യാപ്പിന്റെ ഒരു ചാത്തനെ ഞാൻ പേരില്ലാത്തതുകൊണ്ട് അങ്ങനെ മാറ്റിയിട്ടു എന്ന് മാത്രമേ. കൊത്തുകോഴിയുടെ പെണ്ണാണ്. ആണിനെയാണ് കൊത്തിന് ഉപയോഗിക്കുക. ഇതിന് മുട്ടയും വയ്ക്കും, അത് കുഞ്ഞു വിരിക്കുകയും ചെയ്യും. അത് മുട്ട തന്നെ ആണെങ്കിൽ കുഞ്ഞു വിരിക്കുകയും ചെയ്യും. ഇതിലിപ്പം കൊച്ചിൻ പാൻഡം എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. എന്നുവെച്ചാൽ അമേരിക്കൻ പാൻ്റെ അത്രയും ബുഷ് ഉണ്ടാവില്ല, ബുഷ് കുറവായിരിക്കും. വളരെ ഷോർട്ടായിട്ടുള്ള കാലിൽ ബൂട്ടായിട്ടുള്ള ഇതാണ്. ഇത് ടർക്കി കുട്ടികൾ ഇവിടെ കോഴിയുടെ കൂടെ വെച്ചിട്ടാണ് ടർക്കി കുട്ടികളെ നമ്മൾ വിരിയിക്കുക. കോഴിക്ക് തന്നെ മുട്ട വെച്ച് കൊടുത്ത് കോഴി വിരിച്ച് കുഞ്ഞുങ്ങളെ ഇതുപോലെ ആക്കിയെടുത്തോളൂ. ഇതിപ്പോൾ ഒരു കരിങ്കോഴിയില്ല ഡിഫറൻസ് ആയിട്ട് ക്രോസ് കരിങ്കോഴി നാടൻ കോഴിയും കൂടെ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്നുവെച്ചാൽ അവരുടെ ഫേസ് കണ്ടോ സാർ? ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് താടിയുണ്ട്. കോഴിക്ക് ഒരു താടിയുണ്ട്. ഈ കഴുത്തിന് താഴേക്ക് നോക്കി 2 പേർക്ക് ഒരു താടിയുള്ള ഐറ്റാണ് ഇത്. അത് കരിങ്കോഴി നാടൻ കോഴിയും കൂടെ ക്രോസ് ആയിട്ട് വന്ന സാധനം. കാല് കറുപ്പ്. ഇതെന്ത് താറാവും? ഫ്ലൈങ് ഡക്ക് എന്ന് പറയും സാർ. ഇത് തള്ളയല്ല, തള്ളത് ഇവിടെ ഈ നിൽക്കുന്നതാണ്. അതായത് ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടിയാണ്. അതായത് ഇവിടെ അങ്ങനെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫ്ലൈങ് ഡക്ക് എന്ന് പറയുന്നത് നന്നായി പറക്കും. ഈ പറക്കണ താറാവും. അതും അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണെന്ന് മാത്രമല്ല, അത് ബ്ലാക്കും ഇത് വൈറ്റും ആണ്. ഫ്ലൈങ് ഡക്ക് അത് ഒരു 2 മാസമായ കുട്ടികളും ഇത് 1 മാസമായ കുട്ടികളാണ്. ഗ്രീൻലാൻഡ് ഫാമില് പക്ഷികൾ ഇനിയും ഒരുപാടെണ്ണം ഉണ്ട്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇത് സാർ ഇത് ജാക്കോബിയൻ എന്ന് പറയുന്ന ഒരു പ്രാവാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഹെഡിന്റെ അവിടുത്തെ തൂവൽ ഫ്രണ്ടിലേക്ക് വ്യൂ ചെയ്ത് അങ്ങോട്ട് നിൽക്കും. തല അതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ജാക്കോബിൻ ഇമ്പോർട്ട് പ്രാവാണ്. ഇത് രാജസ്ഥാൻ ബ്യൂട്ടി എന്നാണ് ഇതിന് പറയാം. എൻ്റെ തലയുടെ ടോപ്പിലായിട്ട് മയിലിൻ്റെ മാതിരി പീക്കോക്ക് മാതിരിയാണ് ഇരിക്കുക. വൈറ്റ് ഉണ്ടാവും, ബാക്കി അവൻ്റെ ശരീരം മുഴുവൻ മയിലിൻ്റെ കളറായിരിക്കും. ഈ തല കണ്ട വൈറ്റ് തലയിൽ തൂങ്ങിച്ചതായിട്ട് വരും. ഇത് മുടീനയിൽ ഒരു ഗ്രേ കളർ മുടീനയാണിത്. ഇതിനൊക്കെ ഒരു പെയറിന് 6000-7000 രൂപ മാർക്കറ്റ് വിലയുള്ള സാധനമാണ്. ഇമ്പോർട്ട് സാധനമാണ്. നന്നായി ബ്രീഡ് ചെയ്യുന്ന ഐറ്റമാണിത്. ഈ ക്ലൈമറ്റിൽ ഇവർ നന്നായി ജീവിക്കാനുള്ള ബ്രീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇവർക്ക്. ഇതിപ്പോൾ സ്റ്റാർട്ടർ എന്ന് പറയും. എന്ന് വെച്ചാൽ പെട്ടെന്ന് മുട്ടയിടാവുന്ന തീറ്റാണ് സ്റ്റാർട്ടർ. കോഴിക്ക് കൊടുക്കുന്ന തീറ്റാണ് സ്റ്റാർട്ടറോ നെല്ലോ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചോളം, ചെറുപയർ ഇതെല്ലാം കൊടുക്കാൻ പറ്റും. ഇതും അതിൻ്റെ റെമ്പറ്ററിൽപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ്. കണ്ണ് റെഡായിട്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് രണ്ടൊരു പെയറാണ്. ഇത് കറക്റ്റ് ഒരു പെയറാണ്. അത് ഫീമെയിലും ഇത് മെയിലും. അതിൽ ആ മെയിൽ വളരെ സൈസ് ഉണ്ടായിരുന്നു. അതൊരു ഐറ്റം
സൈസിൽ കിട്ടി. ഇതൊക്കെ ഒരു മീഡിയം ലെവലേ ഉള്ളൂ. ഈ തീറ്റ ഇടയ്ക്കിടയ്ക്ക് മാറും അല്ലേ? തീറ്റ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാൻ നല്ലതാണ്. മുട്ടയിടാനും ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ എപ്പോഴും മാറ്റിയാൽ അവർക്ക് അസുഖങ്ങൾ കൂടാനും സാധ്യതയുണ്ട്. പറ്റും. ഇടയ്ക്ക് നെല്ലെന്താണ് നമുക്ക് കൊടുക്കണം. വിര അങ്ങനെയുള്ളതിനൊക്കെ നെല്ല് വിരയ്ക്ക് മരുന്ന് കൊടുക്കും. മരിക്കൊക്കെ ഇടയ്ക്ക് വെള്ളത്തിൽ നമ്മൾ ലിക്വിഡ് ആ മരുന്നിൻ്റെ കൂടെ കൊടുക്കുക. നോസ്റ്റോ വിറ്റാമിൻ അതൊക്കെ ഇടയിൽ നമുക്കറിയാം അവർക്ക് എന്തെങ്കിലും ക്ഷീണങ്ങൾ വന്നാൽ. അതേപോലെ ഇത് വരും, ഇത് തൂങ്ങലൊക്കെ ഒന്ന് എൻട്രോസിൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് വെള്ളത്തിൽ ഒരു 5 ml ഒക്കെ 10 ലിറ്റർ വെള്ളത്തിൽ ബക്കറ്റിൽ കലക്കിയിട്ട് കാലത്ത് നമ്മൾ ബക്കറ്റിലൊക്കെ ഒഴിച്ച് കൊടുക്കാം. അത് നമുക്കൊരു 3 ദിവസം 4 ദിവസം കൊടുത്താൽ മതി. പിന്നെ ഇവരുടെ അസുഖങ്ങളൊക്കെ നമുക്ക് അവർ കാഷ്ടത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. കളർ ചേഞ്ചൊക്കെ നമ്മൾ